ഹലോ എവരിബഡി, ഞാനിന്ന് എന്താ ഉണ്ടാക്കിയത് അറിയാമോ? ഞാനൊരു ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു 8 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 3/4 കിലോയോളം കാണും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാളയും 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിനകത്തിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞ് കുക്കറിനകത്തിട്ട് കുക്കറിനകത്തിട്ട് ഒരു 2-3 വിസിൽ കേൾപ്പിക്കണം. അതിന് ശേഷം നമുക്കത് അടിച്ചെടുക്കണം. കുക്കറിനകത്ത് ഇട്ടതിന് ശേഷം ഒരു കുറച്ച് വെള്ളം അതിൻ്റെ നിരപ്പിന് നിൽക്കത്തക്കവണ്ണം കുറച്ച് വെള്ളം ഒഴിച്ച് 1-2 വിസിലടുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം അതിൻ്റെ ടൊമാറ്റോ അരച്ചെടുത്ത് അതിൻ്റെ പൾപ്പ് അരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറാക്കാം. മുമ്പേ ഇതൊന്ന് വേവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ ടൊമാറ്റോ എല്ലാം വെന്ത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത് ഞാൻ മിക്സിക്കകത്തിട്ട് അരച്ചു വരച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് 1 സ്പൂൺ 1.5 സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യൊഴിച്ച് ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നെയ്യൊഴിച്ച് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ടൊമാറ്റോയുടെ പൾപ്പ് അരിച്ച് എടുക്കണം. എടുത്തുകൊണ്ട് വന്ന പൾപ്പ് അരപ്പ് ഇച്ചിരി കട്ടിയായതുകൊണ്ട് നമുക്കത് വെള്ളം കൂടെ ചേർത്ത് അതിന് അരിച്ച് അത് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ സൂപ്പ് എപ്പോഴാണ് കഴിക്കണമെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള സമയത്തും മഴയുടെ സമയത്തും ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ്. വൈകുന്നേരങ്ങളിലോ ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്തോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ശരീരത്തിന് നല്ല ചൂട് ശക്തിയൊക്കെ കിട്ടും. ടൊമാറ്റോയ്ക്ക് വില കുറയുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ മേടിച്ച് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ടൊമാറ്റോ സൂപ്പ്. അത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കുക്കറിൽ ഇതിൻ്റെ ബാക്കി വന്ന വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പൾപ്പെല്ലാം അരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കതിനെ വൃത്തിയായിട്ട് തിളപ്പിക്കണം. നമ്മുടെ വെള്ളം ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് അരിച്ച് ഒഴിക്കാം. ഇനി നമ്മൾ എല്ലാം അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്ന ടൊമാറ്റോയ്ക്ക് കുറച്ച് വെള്ളം കുറവാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അടപ്പിൽ വെച്ചിരിക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഉപ്പ് അതൊക്കെ ചേർക്കണം. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. അതിൻ്റെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് മുന്നേ തന്നെ സൂപ്പിന് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് സ്വല്പം വെള്ളത്തിൽ കലക്കി ഇതിനോട് ചേർത്താൽ സൂപ്പിന് നല്ല കൊഴുപ്പ് കിട്ടും. ഞാനുണ്ടാക്കിയ സൂപ്പിന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കാണിക്കാനായിട്ട് ഞാൻ സ്വല്പം കോൺഫ്ലവർ കലക്കി ചേർക്കുന്നു. മിക്കവാറും എല്ലാ സൂപ്പുകൾക്കും കോൺഫ്ലവർ നമ്മൾ ചേർക്കാറുണ്ട്. ശകലം ഇതിനകത്ത് ചേർത്താൽ സൂപ്പിന് നല്ല കട്ടി കിട്ടും. കുടിക്കാൻ പറ്റുന്ന കട്ടിക്ക് ആകാവൂ, അധികം കൂടുതലാവരുത്. ഇതിപ്പം കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് സൂപ്പിന് കോൺഫ്ലവർ കൂടെ കലക്കി ചേർക്കാവുന്നതാണ്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനതിൻ്റെ കൂടെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ മധുരവും കൂടെ ഉണ്ടായാലും നല്ലതാണ്. ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി.
കമ്പൽസറി അല്ല, ഓപ്ഷനിലാണ് പഞ്ചസാര ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ഇതിൻ്റെ കൂടെ ടോസ്റ്റും കൂടെ ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ടോസ്റ്റ് വേണമെന്നവർക്ക്, ടോൾസും കമ്പൽസറി ഒന്നുമല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ടോസ്റ്റ് കൂടെ ചേർത്ത് കുടിച്ചാൽ വയറ് നിറയും. പിന്നെ ലാസ്റ്റിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്തിട്ട് വേണം നമുക്കിത് വാങ്ങി വെക്കാൻ. കുരുമുളക് പൊടി 1 സ്പൂൺ കുരുമുളക് പൊടി ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ എരിവ് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് ഒഴിച്ചെടുത്ത് കാണിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സൂപ്പിൻ്റെ പരിപാടി. പെട്ടെന്ന് തന്നെ നമുക്ക് ടൊമാറ്റോ ഉണ്ടെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് നിങ്ങളെ കാണിക്കാവുന്നതാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പാത്രത്തിലൊഴിച്ച് കാണിക്കാം.